ഇപ്പം ഇതിന് നേരം വലിയ മനസ്സിലായി. അണ്ടിയേ മൂച്ചിയും ഈ മറ്റേ മൂച്ചിണ്ടല്ലോ, ഈ ഒന്നും വേണ്ടാത്ത മൂച്ചിണ്ടല്ലോ, ഈ ചെറിയ മാങ്ങയുള്ള ആരും കരുതും അതൊക്കെ ആ വീണിട്ട് ഇത്ര പോലും മുളച്ച് വെറുതെ പൊന്തിക്കാണ്ട് കരിഞ്ഞു പോവാണ്. അതൊക്കെ ഇതിന് ഉപയോഗിക്കാം, അണ്ടി ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, വർക്കൊന്നായും ചെയ്ത്. പക്ഷെ ഇത് രണ്ടും കൂടി ജോയിന്റ് ആകുമ്പോ മാങ്ങ മാറുന്നില്ല. അതാ രസം. ഇല്ല അങ്ങനല്ല, ഈ മാങ്ങനെ വരുള്ളൂ ഉറപ്പാ. അല്ല അതന്നെ, രണ്ടും കൂടി ആവുമ്പോ അതിനുള്ള സങ്കരനല്ലേ വരേണ്ടത്. മിക്സിങ് നടക്കുന്നില്ല, ഫിസിക്കൽ കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ. നമ്മള് മറ്റേ ഗ്രാമശ്രീ കുറച്ച് അങ്ങനെ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്, മൃഗങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇപ്പോഴാണ് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോ പേടിയാണ്. അതൊക്കെ കുട്ടികളുണ്ടാക്കി തന്നാടെ കിടക്കട്ടെ. നിങ്ങൾക്കിത് പിന്നെ ശമ്പളം ഇതിന് ഞങ്ങൾക്ക് എല്ലാരും മാതിരിയുള്ള കൂലി തന്നെ ഉള്ളു. ഫീസ് ഉണ്ടാക്കിയല്ലേ അങ്ങനെ ആദ്യം ഇപ്പൊ സാർ ഇങ്ങനെ ആക്കിക്കണം. ഇവിടെ ഇപ്പൊ ഈ അണ്ടി കമ്പനി തുടങ്ങിയപ്പോൾ ഉണ്ടോ? ഇല്ല, അണ്ടി കമ്പനി തുടങ്ങിയപ്പോഴൊന്നും വന്നിട്ടില്ല. അണ്ടി കമ്പനി എന്നാ 62-ലൊക്കെ തുടങ്ങിയിട്ടില്ലേ. അതിന് ശേഷം വന്നിട്ടില്ലേ? ഈ പോള നിങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് താത്ത മാങ്ങും വെട്ടി കൊണ്ടുവരുന്നുണ്ടല്ലോ, ഒരു വർദ്ധത്തൊരു താത്തണ്ടല്ലോ ഇവിടെ. ഇവിടെ വെറൈറ്റി ഉണ്ട്. ഇവിടെ ഉറയും ഈ സാധനം കൊടുക്കുന്നുണ്ട് അല്ലേ? ഒന്നായിട്ട് കൊടുക്കുവോ? അങ്ങനെ വിൽക്കുന്നുണ്ടോ ഈ സാധനം? അതൊന്നുമില്ല, ഞങ്ങൾക്ക് തന്നെ കൺട്രോൾ ആയിട്ട് വരുത്തണുള്ളൂ. ഈ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടല്ലോ വളർമാങ്ങ, അത് ഇടയ്ക്കേ കായ്ക്കണുള്ളൂ. അത് വെച്ച് ഒട്ടുപിടിപ്പിച്ചാലും പിടിക്കുമല്ലേ സംഭവം? ഏതും പിടിച്ചു, കോമാങ്ങ വരെ ഉണ്ടാവും. കോമാങ്ങക്ക് ഇപ്പൊ ആളുണ്ട്. അതിനാണ് ഉപയോഗിക്കണ ആകെ. നല്ല കനം ഉണ്ടാവും. നല്ല മറ്റേത് വേണ്ടേ, മറ്റേ ഫൈബർ വേണ്ടേ? അതിന് ആരുണ്ട്? അതിനെല്ലാം ഉണ്ട്, ആ എല്ലാ സംഭവം അതിനുണ്ട്. അത് ആർക്കും വേണ്ടാത്താണ്. ഇവിടെ വലിയ ഡിമാൻഡ്, എത്ര വലിയ അറിഞ്ഞില്ലോ. നമ്മളാ ഫാമിന്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് മറ്റേ പൂമൂച്ചി അറിയും. ഇപ്പത്തെ പുതിയ വെറൈറ്റി ഒന്നും തൊടൂലില്ല, മുറ്റത്ത്. പിന്നെ ആൾക്കാർ ഈ അണുകുടുംബായപ്പോഴേ ഉള്ള മൂച്ചിയൽമാലൊക്കെ വാങ്ങിക്കൊണ്ടുവരാ, ക്യാഷ് ഉണ്ടാവുമ്പോ ഒക്കെ വാങ്ങിച്ചു വരാലോ എന്നുള്ള ചിന്താഗതിയാണ്. അതൊക്കെയാണ് അണുനാശിനി ചെയ്തിട്ട് അതൊന്നും നിൽക്കണം. അതൊക്കെയാണ് ആ ബക്കറ്റിൽ വെച്ചിരുന്നതാ. കൂടുതൽ നേരം ഇതില് വെള്ളത്തിലിട്ടേക്കണം. ബാബസ്റ്റിനാണ്. മൂർച്ച കൂട്ടുന്ന നമ്മള് വലിയ കത്തി എടുക്കണ പൊടിയൊന്നും പറ്റൂല. ഈ കടയിലുണ്ട് ഇപ്പൊ ഒരു കത്തി വാങ്ങിക്കാൻ കിട്ടണ, പിന്നെ ചെറിയ ഉള്ളിക്ക് മടക്കി വെക്കാൻ പറ്റണ. അത് മതി സാറേ. ആ കടയില് ഉള്ളിക്ക് മടക്കി വെക്കാൻ പറ്റുന്ന ചെറിയത് കിട്ടുന്നുണ്ട്. ആ 2, 3, 5 രൂപ വെച്ചാൽ അത് മതി. പിന്നെ ബ്ലേഡ് ആയിട്ട് നമ്മളൊക്കെ പരീക്ഷിച്ചേ. ബ്ലേഡ് അല്ല, ഇത് കട്ട് ചെയ്യാനും മതി. സംഭവം ഇതാകുന്നുള്ളൂ, സ്റ്റെറിലൈസ് ആവണം ബ്ലേഡ്. സേവ് ചെയ്ത് വെച്ചാൽ നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ പുതിയ ബ്ലേഡ് കൈ കെട്ടുമ്പോൾ ഇതാവുന്നു, അതുകൊണ്ട് വിഷയമുണ്ട്. ഓ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആവി വരുന്നുണ്ടല്ലേ, അതിൻ്റെ അകത്തു നിന്നുള്ളതാണ്. 40 ഡിഗ്രി ഒക്കെ ചൂടുണ്ടാവും അതിൻ്റെ അകത്ത്.
എന്നിട്ടും അത് ഉണ്ടാവുന്നുണ്ട്, നമ്മളെ പേടി. ഞാനിത് ആനക്കേസ് ഇവിടെ വർക്ക് ചെയ്യുന്നപ്പോൾ ഞാനിത് ഇവിടെ ഇതുപോലെ ആൾക്കാർ ചെയ്യുമ്പോഴേ നമ്മൾ ഒരു 5-6 ചെയ്തു. അത്യാവശ്യം ഗ്രാഫ്റ്റിംഗ് ഒക്കെ ആയി. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് നമ്മൾ ഈ സ്കൂളിൽ നേച്ചർ ക്ലബ്ബുണ്ട്, ഇതുണ്ട് ഗ്രീൻ ക്ലബ്ബുണ്ട്, അവിടെ നമുക്ക് ക്ലാസ് എടുക്കണം. ഇതുവരെ ഗവൺമെൻറ് സ്കൂളിൽ കോട്ടയം ലിസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ അവിടെ ഇതുവരെ ആഴ്ചയിൽ ഒരിക്കലും ശനിയാഴ്ച ക്ലാസ്സാണ്, അല്ല വെള്ളിയാഴ്ച വൈകുന്നേരം ക്ലാസ്സാണ്. അപ്പോൾ വലിയൊരു